നമസ്കാരം. പാലാ വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ സിംബോസിയത്തിന്റെയും ക്രൈസ്തവ മഹാസമ്മേളനത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായി. 2024 നവംബർ 17 രാമപുരത്ത് വെച്ച് നടക്കുന്ന ദേശീയ സിംബോസിയത്തിന്റെയും ക്രൈസ്തവ മഹാസമ്മേളനത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രിയമുള്ളവരെ, നവംബർ മാസം 17-ാം തീയതി ഞായറാഴ്ച രാമപുരത്ത് വെച്ച് നടക്കുന്ന ദേശീയ സിംബോസിയത്തിനും ക്രൈസ്തവ മഹാസമ്മേളനത്തിനുമുള്ള ഒരുക്കങ്ങൾ വളരെ ഭംഗിയായിട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സമ്മേളനത്തിനും എത്തിച്ചേരുന്ന ആളുകളെ സ്വീകരിക്കാനായിട്ട് രാമപുരം ഇടവക എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. എന്നോടൊപ്പം രൂപതയുടെ പ്രൊക്രേറ്റർ ജോസ് മുത്തനാട്ടച്ചനുണ്ട്. അതുപോലെ വൈസ് പോസ്റ്റ്ലേറ്റർ തോമസ് വെട്ടുകാട്ടിലച്ചനുണ്ട്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അച്ഛന്മാരുണ്ട്. നമ്മുടെ രാമപുരം ഇടവകയിലെ ബഹുമാനപ്പെട്ട കൈക്കാരൻ ചേട്ടന്മാരുണ്ട്. അവരെല്ലാവരുമാണ് ഈ ഒരു വലിയ പരിപാടി വിജയകരമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 50,000-ഓളം ആളുകളെയാണ് നമ്മൾ ഈ ഒരു മഹാസമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ, പന്തല്, സ്റ്റേജ് എല്ലാം അതിൻ്റെ അവസാനഘട്ട നിർമ്മിതിയിലാണ്. തീർച്ചയായിട്ടും രൂപതയിലെ 171 ഇടവകളും വിവിധ സംഘടനകളും പരമാവധി ആളുകളെ ഈ കുഞ്ഞച്ചൻ നഗറിലേക്ക് എത്തിക്കാനായിട്ട് അവരുടെ ഏറ്റവും വലിയ പരിശ്രമങ്ങൾ നടത്തി ഏവർക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന സിംബോസിയം നമ്മുടെ ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള പാരീഷ് ഹാളിലാണ്. 600 ആളുകൾ ആ സിംബോസിയത്തിൽ പങ്കെടുക്കുന്നു. 12:30 കൂടിയിട്ട് സിംബോസിയത്തിൻ്റെ കാര്യങ്ങൾ അവസാനിച്ച് കൃത്യം 1:30 മണിക്ക് നമ്മൾ പൊതുസമ്മേളനം ആരംഭിക്കും. ആ പൊതുസമ്മേളനത്തിൽ നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള KCBCയുടെ പ്രസിഡന്റും മലങ്കര കത്തോലിക്ക സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ ക്ലിമീസ് ബാവ തിരുമേനി മുഖ്യ അതിഥിയായിട്ട് സംസാരിക്കും. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത തോമസ് തറയിൽ പിതാവ്, പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, മാർ ഗിവർഗീസ് അപ്രേം പിതാവ്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജലവിഭവ ഉപമന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, MLA-മാർ, MP-മാർ, മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെല്ലാം നമ്മളെ അഭിസംബോധന ചെയ്യുകയാണ്. ദളിത് കത്തോലിക്കരായ ആളുകളുടെ പ്രത്യേകിച്ച് സംവരണം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സാഹചര്യം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഊന്നി പറയുന്ന വിഷയമാണ്. അതുപോലെ തന്നെ സമുദായം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സമുദായം ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ വെല്ലുവിളികൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു വലിയ കൂട്ടായ്മയും സ്നേഹവും കരുത്തും കാണിക്കുന്ന ഒരു വലിയ സമ്മേളനമായിട്ടാണ് ദൈവജനം, വിശ്വാസികൾ ഈ ഒരു കൂട്ടായ്മയെ മനസ്സിൽ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൻ്റെ മുമ്പിലാണ് മനോഹരമായിട്ടുള്ള വിശാലമായ പന്തലെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. വരുന്ന ആളുകൾക്കെല്ലാം കുഞ്ഞച്ചൻ്റെ കബറിടം സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും അനുഗ്രഹം നേടാനും, അപ്പോൾ അങ്ങോട്ടും നല്ലതുപോലെ ആളുകൾക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം വ്യാപരിക്കാനായിട്ടുള്ള സ്ഥലം. അതുകൊണ്ട് സെൻട്രൽ ഭാഗത്താണ് നമ്മളിത് ഈ സ്റ്റേജും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തുമാത്രം ആളുകൾ വന്നാലും അവരെല്ലാം ഉൾക്കൊള്ളാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ വാഹന പാർക്കിങ്ങിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ നമുക്ക് പോലീസിൻ്റെ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും ഹാർദവുമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദ്യ മാർ ജോസഫ് കല്ലങ്ങാട്ട് പിതാവിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും പങ്കാളിത്തമുള്ള, ജനകീയ പങ്കാളിത്തമുള്ള വലിയ ഒരു സമ്മേളനമായിട്ടാണ് രൂപത ഇതിനെ കാണുന്നത്. ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യും. സഭാതലവന്മാരും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുക്കുന്ന സമ്മേളന നഗരിയിൽ പാലാ രൂപതയിലെ DCMS സഹോദരങ്ങൾ, രൂപതയിലെ വൈദികർ, സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, യോഗ പ്രതിനിധികൾ, വിവിധ സംഘടനാ അംഗങ്ങൾ, മതാധ്യാപകർ, യുവജനങ്ങൾ, കുടുംബ കൂട്ടായ്മ അംഗങ്ങൾ എന്നിവരെയെല്ലാം പങ്കെടുപ്പിക്കുവാൻ വേണ്ട സത്വര നടപടികൾ വികാരിയച്ഛന്മാരുടെ നേതൃത്വത്തിൽ എല്ലാ ഇടവകളിലും നടത്തിക്കഴിഞ്ഞു. ദേശീയ സിംബോസിയത്തിൻ്റെയും ക്രൈസ്തവ മഹാസമ്മേളനത്തിൻ്റെയും ക്രമീകരണങ്ങൾക്കു വേണ്ടി വിവിധ കമ്മിറ്റികൾ വഴി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി പ്രോഗ്രാം ഇൻചാർജായി പാലാ രൂപത വികാരി ജനറൽ
വെരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, ചെയർമാൻ ഫാദർ ബെർക്കുമാൻസ് കുന്നുംപുറം, ജനറൽ കൺവീനർ ഫാദർ ജോസ് വടക്കേക്കുറ്റ്, ജോയിന്റ് കൺവീനർ ബിനോയ് എന്നിവർ അറിയിച്ചു. സ്നേഹമുള്ളവരെ, ചരിത്രഗതിക്ക് വഴിത്തിരിവായിട്ട് തീർന്നിട്ടുള്ള പല മഹാസമ്മേളനങ്ങൾക്ക് രാമപുരം സാക്ഷിയായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ വളരെ വലിയൊരു സമ്മേളനത്തിന് ഈ നവംബർ 17 ഞായറാഴ്ച രാമപുരം സാക്ഷിയാകാൻ പോവുകയാണ്. ഏതാണ്ട് 2 മാസത്തിൽ അധികമായിട്ട് ഈ മഹാസമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നു വരികയായിരുന്നു. അത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയാം. വലിയൊരു ജനാവലിയെ സ്വീകരിക്കുവാൻ രാമപുരം ഫൊറോന പള്ളിയും ഇടവക ജനവും മറ്റ് എല്ലാവരും, എല്ലാ ഭരണ സംവിധാനങ്ങളും ഇതിനായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഇത് രാമപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു അവസരവും സംഭവവുമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മഹാസമ്മേളനം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഒക്കെ ഒരു വലിയ ചരിത്ര അവസരമാകും എന്നതിൽ ഒത്തിരി സന്തോഷവും അഭിമാനവുമുണ്ട്. നവംബർ 17 നടക്കുന്ന സാമുദായിക സമ്മേളനത്തിന് രാമപുരം ഒരുങ്ങിയിരിക്കുകയാണ്. രാമപുരം പള്ളി മൈതാനത്ത് വിശാലമായ സൗകര്യത്തോടു കൂടിയുള്ള പന്തലുകൾ നിർമ്മിച്ച് അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 50,000 പേരോളം പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും രാമപുരത്ത് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും കാപ്പികളും വെള്ളങ്ങളും എല്ലാം കൊടുക്കുവാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും രാമപുരത്ത് തയ്യാറാണ്. ഈ 17 നടക്കുന്ന ഈ പരിപാടിയിലേക്ക് ഈ പല രൂപതയുടെയും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരെയും ഹാർദവമായി രാമപുരം ഇടവകയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.